മീൻസ് അതെ ഇന്ന് 5:32, അതായത് ആ സമയത്ത് എണിച്ച് ഒരു 1 hour നടന്നു. ഫാസ്റ്റിംഗ് കഴിഞ്ഞു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഹാൻഡ് എക്സസൈസും കൊടുത്തിട്ടുണ്ടേ. മുറ്റം അടിക്കുകയാണ് കേട്ടോ, അതായത് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ബ്യൂട്ടി കുറ്റീസ് ഇൻ മുറ്റം. ഓക്കെ, ആൻഡ് ഇതാ ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം. കുറച്ച് പരിപാടിയുണ്ട് കിച്ചണിലൊക്കെ, അത് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. ഇനി ഞാൻ കിച്ചണിലോട്ട് എത്തിയിട്ടോ. അപ്പോൾ എനിക്ക് കാലത്ത് തന്നെ കുറച്ച് ഇളനീര് അച്ഛൻ വെട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഗ്ലാസ്സിലാക്കിയിട്ട് ഒന്ന് ഫുൾ പോട്ടെ ഗ്ലാസ്സിലോട്ട്. കപ്പിലാണേ, സോറി. അത് പോയതിന് ശേഷം അത് കുടിക്കാം കേട്ടോ നമുക്ക്. ഓക്കെ, ഇതാ ഇതൊന്ന് കുടിച്ചു നോക്കട്ടെ. അടിപൊളിയാണോ നീര് കേട്ടോ. ഇനി ഇതാ ഞാൻ ലൈറ്റായിട്ട് സ്റ്റീൽ ഗ്ലാസ്സിൽ ചെറിയൊരു ചായ കുടിക്കാൻ പോവാ കേട്ടോ. അതിൽ കടിച്ച് ബാക്കി വെച്ച ഉണ്ണിയപ്പം ഉണ്ട്, അതുകൂടി കഴിക്കുകയാണ്. ഇനി ഇത് ഒരു പേരൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇവിടെ കട്ട് ചെയ്ത് വെച്ചോട്ടോ. അപ്പം ഞാൻ അതൊന്ന് എടുത്ത് മാറ്റി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. നന്നായിട്ടുണ്ട്. ഉണ്ണിയപ്പത്തിനോട് മിക്സ് ആക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. അതൊന്ന് ചായ ചേർക്കട്ടെ കേട്ടോ. ആക്ച്വലി ഞാൻ ഷുഗർ കട്ട് ടീയിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ, വേറെ സംഭവങ്ങൾ അധികം ചെയ്തിട്ടില്ല. ചായയിൽ മാത്രം ഷുഗർ കട്ട് ചെയ്യാനാണ് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ചായയിൽ മാത്രമാണ് ഷുഗർ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ രാവിലെ എണിച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് റീഡിങ്ങിൻ്റെ ഒക്കെ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ റീഡിങ്ങിന് വേണ്ടി ഞാൻ ബുക്ക് തപ്പിയപ്പോൾ ഒന്നും കിട്ടിയില്ല. അപ്പോൾ രാവിലെ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു, അതെല്ലാം വായിക്കാത്ത കുറച്ച് കാര്യങ്ങളും എന്തെങ്കിലും എഡ്യൂക്കേഷണൽ പർപ്പസസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കട്ടെ. ഞാൻ മാക്സിമം ന്യൂസ് പേപ്പർ എടുക്കുന്നത് എന്തെങ്കിലും എഡ്യൂക്കേഷണൽ പർപ്പസസോ അല്ലെങ്കിൽ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒഴിവുകളോ വേക്കൻസീസ് ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് മാക്സിമം നോക്കാറുള്ളത് കേട്ടോ. അതൊന്ന് നോക്കട്ടെ. ഈ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ 1, 2, 3, 4, 5, 6, 7 ബുള്ളറ്റ് പോയിന്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. അതിൽ ഫോൾഡ് ക്ലോത്ത്സ് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ, അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓർഗനൈസ് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ടറിങ് പ്ലാന്റ്സ് ചെയ്തിട്ടില്ല കേട്ടോ, അപ്പോൾ അതൊന്ന് പെൻഡിങ്ങിലിരിക്കുകയാണ്. പിന്നെ പ്രിപ്പയർ ചെയ്യുന്നില്ല, അതായത് ഒരു കുക്കിംഗ് വീഡിയോ എക്സ്പെക്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ എക്സസൈസും വാക്കിങ്ങും ഇന്ന് മോർണിംഗ് ഫാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സ്റ്റഡിങ് അത് ഇപ്പം ചെയ്യാൻ പോവാ കേട്ടോ. നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് നോട്ട്സ് പറയാനായിട്ട് പോവാ കേട്ടോ ഞാൻ. പിന്നെ വേക്കപ്പ് ഏർലി ഇന്ന് 5:23 എണിച്ചിട്ടുണ്ട്, അപ്പം അതും കൂടി നോക്കുക കേട്ടോ. അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നോട്ട്സും ചിലപ്പോൾ എഴുതി പോവും. ഞാൻ ആക്ച്വലി ഒരു ബുക്കിൽ തന്നെയാണ് എല്ലാം ചെയ്യുക, ജേർണലിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം ഒന്നിൽ തന്നെയാണ് ചെയ്യുക. പക്ഷെ ഞാൻ ഇതുവരെ ജേർണലിങ് മാത്രം വെളിയിൽ കാണിച്ചിട്ടില്ല, അതെനിക്ക് ഞാൻ കുറച്ച് സീക്രട്ടായിട്ട് അത് വെച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ആ ജേർണലിൽ. പിന്നെ ഞാനൊരു പേഴ്സണൽ ഡയറി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിലെ അടുത്ത കഥയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. നമ്മളന്ന് കമലാദാസിൻ്റെയാണ്, അത് വെച്ചിട്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തത് നമ്മൾ ഞാൻ എല്ലാം റാൻഡമായിട്ട് അങ്ങ് വേഗം പറഞ്ഞു പോവാം കേട്ടോ. ഇന്നൊരു കഥ ഓൾ മൈ സൺസ് എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട്, അതായത് ആർതർ മില്ലറിൻ്റെ കഥയാണ് കേട്ടോ. അപ്പോൾ അത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ മാർക്ക് ചെയ്ത് പോകാനായിട്ടും കൂടി നോക്കുക കേട്ടോ. അപ്പോൾ ആർതർ മില്ലറിൻ്റെ ബയോഗ്രഫി എല്ലാം കൊടുത്തിട്ടുണ്ട്, കുടുംബക്കാർ, പിന്നെ ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ October 17, 1915 ആർതർ മില്ലർ ജനിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് അതൊക്കെ എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ ഒന്ന് മൈന്യൂട്ടായിട്ടൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ പ്ലേസ് ഓഫ് ബർത്ത് ഉണ്ട്, പിന്നെ ഡെത്ത്, ഫാദർ, മദർ, ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ആ ബുക്കിൽ തന്നെ എല്ലാം ഉണ്ട്. പിന്നെ ഇയാളുടെ മേജർ വർക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് പോകാം കേട്ടോ. ദേ ടു അറൈസ്, ഓൾ മൈ സൺസ്, ഇതൊരു ന്യൂയോർക്ക് ഡ്രാമ ക്രിട്ടിക്സ് സർക്കിൾ അവാർഡാണ് കേട്ടോ. കിട്ടിയിട്ടുള്ള ഒരു വർക്കാണ് ഓൾ മൈ സൺസ് എന്ന് പറയുന്നത്. അതായത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഓൾ മൈ സൺസും ആംഗ്രി യങ്മനും ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 2 കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ, അതാണ് കേട്ടോ ഇത്. പിന്നെ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ, ദ ക്രൂസിബിൾ, ദ മാൻ ഹു ഹാഡ് ഓൾ ദ ലക്ക്, എ വ്യൂ ഫ്രം ദ ബ്രിഡ്ജ്, എ മെമ്മറി ഓഫ് 2 Mondays, ദ മിസ്ഫിറ്റ്സ്, ആഫ്റ്റർ ദി ഫോൾ, സെമി ഓട്ടോബയോഗ്രഫിക്കൽ, ഇൻസിഡന്റ് അറ്റ് വിച്ചി, ദ പ്രൈസ്, അമേരിക്കൻ ക്ലോക്ക്, ദ ക്രിയേഷൻ ഓഫ് ദ വേൾഡ് ആൻഡ് അതർ ബിസിനസ്, ഫോക്കസ്, അതൊരു നോവലാണ് ഫോക്കസ് എന്ന് പറയുന്നത്. ഐ ഡോണ്ട് നീഡ് യു എനിമോർ, കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ്, അതൊരു ഷോർട്ട് സ്റ്റോറിയുടെ ഒരു കളക്ഷനാണ്. ഇനി ഇയാൾ കുറച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. മേലെ ഉണ്ടായിരുന്നത് വർക്കാണ്. വർക്കും ബുക്സും തമ്മിൽ, ആ 2 ടേമും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ വർക്ക്സ് ആണ് ദേ ടു അറൈസ്, ഓൾ മൈ സൺസ് എന്നൊക്കെ പറയുന്നത്. അത് ലിറ്ററേച്ചറിൽ നമ്മൾ ഇതിനെ പറയുമ്പോൾ എപ്പോഴും വർക്ക് എന്നാണ് പറയുക. പിന്നെ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം ഞാനൊരു ബുക്കിൽ
ഒരു കഥ എഴുതി. അപ്പോൾ ഇതൊരു ബുക്കാണ്, ഞാൻ എഴുതിയ കഥയാണ്. അതുപോലെ ആർതർ മില്ലർ എഴുതിയ കുറച്ച് കഥകളുണ്ട്. റോബർട്ട് ഹോഗൻസ്, ആർതർ മില്ലർ, അതായത് ആർതർ മില്ലറിനെ കുറിച്ചിട്ട് റോബർട്ട് ഹോഗൻ എഴുതിയിട്ടുള്ള കഥകളുണ്ട്. പിന്നെ അതുപോലെ ഷെയ്ൽ ഹഫ്റ്റൽസ്, പിന്നെ അങ്ങനെ കുറച്ചൊക്കെ പറയുന്നുണ്ട്. അത് ആ ബുക്ക് മേടിച്ചിട്ടുള്ളത് നോക്കി വായിച്ചോളൂ. പിന്നെ ഓൾ മൈ സൺസ് പറഞ്ഞിട്ടൊരു ട്രാജിക് പ്ലേ ഉണ്ട്. അതിൽ വന്നിട്ട് ഇൻ 3 acts ഈസ് റിട്ടൺ ബൈ ദി അമേരിക്കൻ പ്ലേ റൈറ്റ് ആർതർ മില്ലർ. അതായത് ഓൾ മൈ സൺസ് എന്ന് പറയുന്നത് 1947 ഉണ്ടായിരുന്ന ഒരു ട്രാജിക് എന്ന് പറയുമ്പോൾ അറിയില്ല, ഒരു ട്രാജഡി പോലെ നടന്നിട്ടുള്ള ഒരു പ്ലേ ആണ്. അപ്പോൾ ഇതിൽ വന്നിട്ട് ഇതിൽ ഇവൻറ്റ്സ് എങ്ങനെയാ പറയുന്നത് വെച്ചാൽ, ഒരു ഏർലി സൺഡേ മോർണിംഗിൽ ഓഗസ്റ്റ് സമയത്താണ്, അതായത് ഒരു സെക്കൻഡ് വേൾഡ് വാറിന്റെ കുറച്ച് ശേഷം, അതായത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നടന്നിട്ടുള്ള കഥയാണ്. സൺഡേ മോർണിംഗ് ഓഗസ്റ്റിൽ നടന്നിട്ടുള്ള ഒരു കഥയായിരുന്നു ഓൾ മൈ സൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ടു ദ ഏർലി അവേഴ്സ് ഓഫ് മൺഡേ, അത് 2 o'clock ഇൻ ദ ഫോളോയിങ് മോർണിംഗ്, അതായത് ഈ മോർണിംഗിലെ ഫോളോയിങ് പറയുന്നത് 2 o'clock ആണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ 2 o'clockന്റെ സമയത്താണ് പറയുന്നത്. ഏർലി അവേഴ്സ് ഓഫ് മൺഡേ പറയുമ്പോൾ പുലർച്ചെ പറയാണ്. ഈ റഫ്ലി കവേഴ്സ് 18 hours, അതായത് ഒരു 18 hours ആണ്. ഈ കഥ ശരിക്കും ഒരു സമ്മറി ആയിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദി മാനർ ഓഫ് ദ മോഡേൺ പ്രോബ്ലം പ്ലേ, അതായത് മോഡേൺ പ്രോബ്ലം പ്ലേ പോലെയാണ് അത് എഴുതിയിരിക്കുന്നത്. പ്രോബ്ലം പ്ലേ എന്ന് പറഞ്ഞൊരു സംഭവം ലിറ്ററേച്ചറിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളത് ഗൂഗിൾ ചെയ്ത് നോക്കിക്കോളൂ, അല്ലെങ്കിൽ ChatGPT നോക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതൽ അറിയണമെങ്കിൽ ഇപ്പോൾ പഠിച്ചിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവില്ല, അവരുടെ നോക്കുക, അതിൻ്റെ ബുക്കുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വായിച്ചോളൂ കേട്ടോ. പിന്നെ ഇറ്റ് ഈസ് സെറ്റ് ഇൻ ഓഗസ്റ്റ് 1947, അതായത് 1947 ഈ കഥേൻ്റെ ഒരു സെറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഏതൊരു കഥയുണ്ടാവുമ്പോഴും അതിനൊരു സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അപ്പോൾ 1947 ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എവിടെയാണ്? USA സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഡെഡിക്കേറ്റ് ചെയ്തിരുന്ന എലിയ കാസൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരാളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു പ്ലേ ആണ്. ഓക്കെ, ഡ്രാമ പോലെ പ്ലേ ആണിത്. ദ പ്ലേ ഈസ് റിസൾട്ട് ഓഫ് എ ട്രൂ സ്റ്റോറി വിച്ച് ഹി ഹേർഡ് ഫ്രം ഹിസ് മദർ ഇൻ ലോ പബ്ലിഷ്ഡ് ഇൻ ആൻ ഓഹിയോ ന്യൂസ് പേപ്പർ. അതായത് ഓഹിയോ ന്യൂസ് പേപ്പറിൽ ഒരു മദർ ഇൻ ലോനെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം, ഒരു സ്റ്റോറി ഇവിടെ പബ്ലിഷ് ചെയ്ത് വിട്ടാക്കുകയാണ്. മില്ലർ ഗെറ്റ്സ് ഐഡിയ ഓഫ് 2 partners ഫ്രം ഇബ്സൻസ് പ്ലേ ദ വൈൽഡ് ഡക്ക്. അതായത് വൈൽഡ് ഡക്ക് എന്ന് പറഞ്ഞിട്ടൊരു വർക്ക് ഉണ്ട്. ആ വർക്കിൽ നിന്നാണ് 2 പാർട്ട്നേഴ്സിനെ ആർതർ മില്ലർ എടുത്തിട്ട് ഈ ഓൾ മൈ സൺസിലോട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. അതായത് വേറെ വർക്ക്, ഇപ്പം നമ്മൾ സിനിമകളൊക്കെ കാണുമ്പോൾ ചിലത് നമ്മൾ കോപ്പി അടിച്ച് പറയില്ല. ആക്ച്വലി അത് കോപ്പിങ് അല്ല, അതിന് എക്സ്ട്രാക്ട് ചെയ്യുന്നതൊന്നാണ്. മനസ്സിലായി? ചിലതിൽ നിന്ന് ഇപ്പോൾ പഴയ സിനിമകളിൽ നിന്ന് പുതിയ സിനിമകളിലോട്ട് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കില്ല. അതുപോലെ തന്നെയാണ് അന്ന് എഴുത്ത് വന്ന സമയത്ത്, അതായത് റൈറ്റിങ്ങിൻ്റെ ടൈമിലും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഓൾ മൈ സെൻസസ് സക്സസ്ഫുൾ ആസ് എ പ്ലേ, അതായത് ഒരു പ്ലേ എന്നതിലുപരി, നാടകം എന്നതിലുപരി അത് വളരെയധികം സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷെ ഇതിൻ്റെ മെയിൻ തീമിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് റെസ്പോൺസിബിലിറ്റി, പിന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഇതിൽ പറയുന്നുണ്ട്. ഫെയിലിയർ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഷോൺ ത്രൂ ജോ കെല്ലർ ഹൂ ഈസ് സെൽഫിഷ് ബിസിനസ്മാൻ വിത്ത് എ മയോപിക് വിഷൻ. അതായത് ഇപ്പോൾ നമ്മൾ കുറച്ച് വിഷൻ കംപ്ലയിൻസ് ഉണ്ടാവില്ല, അതായത് ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ്, മയോപിക്, നമ്മളിങ്ങനെ സയൻസിൽ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഈ കാര്യങ്ങൾ പോലെ ഒരു ബിസിനസ്മാൻ ഉണ്ട്, അയാൾ ഭയങ്കര സെൽഫിഷാണ്. അപ്പോൾ ഈ സെൽഫിഷായ ആൾക്ക് മയോപിക് വിഷനാണ് ഇതിൽ വരുന്നത്. ഇയാൾക്ക് കോൺഫ്രൺട്രേഷൻ, കമ്മിറ്റ്മെൻറ്റ്, അങ്ങനത്തെ ഒരു പ്ലേ ആണ്. മീൻസ് ഈ പ്ലേയിൽ കംപ്ലീറ്റ്ലി പറയുന്നത് ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് പറയുന്നത് കേട്ടോ. ഇറ്റ്സ് 328 പെർഫോമൻസസ് സ്പീക്ക് its success as it opened on Broadway at the Coronet Theatre in New York City on January 29, 1947 and closed on November 8, 1947. All My Sons get the Tony Award for the Best Authored Play in 1947. ഇതിന് കുറേ അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ 1947. എലിയ കെസൻ ഡിറിറ്റ്സ് പ്ലേ, അതായത് എലിയ കെസൻ ആണ് എന്ത് ചെയ്യുന്നത്, ഈ പ്ലേ ഡയറക്ഷൻ ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു നാടകം, നമ്മൾ സിനിമയിൽ ഡയറക്ഷൻ, പ്രൊഡക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നാടകത്തിലും എന്താണ് ഡയറക്ഷൻ, പ്രൊഡക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യും. പിന്നെ ദ റിസൾട്ട് ഈസ് ദാറ്റ് ഇറ്റ് മീൻസ് ന്യൂയോർക്ക് ഡ്രാമ ക്രിട്ടിക്സ് സർക്കിൾ അവാർഡ്. കെല്ലർ ഈസ് ഷോൺ ആസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് അമേരിക്കൻ ഡ്രീം. അതായത് കെല്ലറിനെ ഒരു അമേരിക്കൻ ഡ്രീമായിട്ടാണ് ഇവിടെ എക്സാമ്പിളായി കാണിക്കുന്നത്. പിന്നെ മില്ലർ ക്രിട്ടിസൈസസ് ദിസ് അമേരിക്കൻ ഡ്രീം. ദ ഡ്രീം ഓഫ് ഹാപ്പി ഫാമിലി പ്രൂവ്സ് ടു ബി ആൻ ഇല്യൂഷൻ ഫോർ ജോ കെല്ലർ who thinks that family individual is more important than society. അതായത് ഫാമിലിയും ഇൻഡിവിജ്വലുമാണ് സൊസൈറ്റിയെക്കാളും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നതാണ് ജോ കെല്ലർ ഇതിലൂടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതായത്
ഇയാളുടെ വൈഫ് എന്താണ്, ഷി റിമെയിൻസ് ഇൽ വൈൽ ഹിസ് സൺ ക്രിസ് ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ്. അതായത് ഈ പറയുന്ന വ്യക്തിയുടെ വൈഫ് എപ്പോഴും അസുഖമായിട്ട് ഇരിക്കുകയാണ്. അതായത് ഇല്ലെന്ന് പറഞ്ഞാൽ എന്താ, അസുഖമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ അസുഖം ഇരിക്കുമ്പോൾ ക്രിസ് എന്ന് പറഞ്ഞിട്ടൊരു മകനുണ്ട്. ആ മകൻ അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അതെന്താണെന്ന് അറിയില്ല. വൺ ഓഫ് ഹിസ് സൺ ഇസ് ലാരി. ഇവർക്ക് 3 എന്തോ മക്കളുണ്ടെന്ന് തോന്നുന്നു. അതിൽ ഒരു സണ്ണിന്റെ പേരാണ് ലാരി പറയുന്നത് കേട്ടോ. ഇവൻ എന്താണ്, സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ലേറ്റർ ജോ കെല്ലർ റിയലൈസസ് ദാറ്റ് ഹി ഈസ് റെസ്പോൺസിബിൾ നോട്ട് ഓൺലി ഫോർ ദ ഡെത്ത് ഓഫ് ഹിസ് സൺ ബട്ട് ഫോർ ഓൾ ഹിസ് സൺസ്. അതായത് ഇവരുടെ എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് മരിച്ചതാണ്. അത് അവർക്ക് വേണ്ടി ഏറ്റെടുത്തൊരു സൂയിസൈഡ് ചെയ്ത പോലെയാണ് ഇതിൽ പറയുന്നത്. അമേരിക്കൻ ഡ്രീം ബിക്കംസ് അമേരിക്കൻ നൈറ്റ് മെയർ. അതായത് ഇതൊരു അമേരിക്കൻ ഡ്രീം അല്ല, ഒരു നൈറ്റ് മെയർ ആയിട്ട് ഇത് കൺവേർട്ടായി പോവുകയാണ്. ഫോർ ക്രിസ് സൊസൈറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഫാമിലി. ക്രിസിന്റെ സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്, ഫാമിലിയെക്കാളും ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. പിന്നെ ഇബ്സൺ, ഷോ ആൻഡ് ഗാൾസ്വർത്തിയൊക്കെ എന്ത് ചെയ്യണം, ഈ പ്രോബ്ലം പ്ലേസിന്റെ ട്രഡീഷനിൽ പെടുന്ന ആൾക്കാരാണ്. ഈ പ്ലേ എല്ലാം പ്രോബ്ലം പ്ലേസിൽ പെടുന്നതാണ്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നു, അതിനെയാണ് പ്രോബ്ലം പ്ലേ പറയുന്നത് കേട്ടോ. ഇനി ഇതിൽ ഇൻട്രൊഡക്ഷൻ ടു കളക്റ്റഡ് പ്ലേസ് ആർതർ മില്ലർ റൈറ്റ്സ്. അതായത് ആർതർ മില്ലർ ഇൻട്രൊഡക്ഷൻ ടു കളക്റ്റഡ് പ്ലേസ് എന്ന് പറഞ്ഞൊരു എസ്സേയോ ഒരു വർക്കോ എന്തോ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓൾ മൈ സൺസ് സീസ് ടു ഇസ് എ ഫോർട്രസ് ഓഫ് അൺറിലേറ്റഡ്നെസ്. ഇറ്റ് ഈസ് എൻ അസേർഷൻ നോട്ട് സോ മച്ച് ഓഫ് എ മൊറാലിറ്റി in terms of right and wrong, no, but of a moral worlds being such because men cannot walk away from certain of their deeds. In this sense, Joe Keller is a threat to society and in the sense plays a social play. ഇതൊരു സോഷ്യൽ പ്ലേ ആണെന്നും പറയുന്നുണ്ട്. പിന്നെ ജോ കെല്ലർ ഒരു ത്രെട്ടാണ് അത്ര സൊസൈറ്റിക്ക്. പിന്നെ ഇറ്റ്സ് എ സോഷ്യൽനെസ് ഡസ് നോട്ട് റിസൈഡ് ഇൻ ഹാവിംഗ് ഡെൽറ്റ് വിത്ത് ദ ക്രൈം ഓഫ് സെല്ലിംഗ് ഡിഫക്റ്റീവ് മെറ്റീരിയൽസ് ടു എ നേഷൻ. At war, the same crime could easily be the basis of a thriller which would have no place in social dramaturgy. It is that the crime is seen as having root in a certain relationship of the individual to society and to a certain indoctrination he embodies. പിന്നെ അതുപോലെ തന്നെ which if dominant can mean a jungle existence for all of us, no matter how high our buildings soar. The success of a play, especially one's first success, is somewhat like pushing against a door which is suddenly opened from the other side. One may fall on one's face or not, but certainly a new room is opened that was always secure shut until then. ഇതൊരു വല്ലാത്തൊരു കഥയാട്ടോ സത്യം പറഞ്ഞാൽ. ഇനി ഇതിൽ കുറച്ച് ഇതിങ്ങനെ ഒരു ജസ്റ്റ് ഇൻട്രോ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ ക്യാരക്ടേഴ്സ് ആരൊക്കെ നോക്കാം കേട്ടോ. അതിൽ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ഉണ്ട്, ഒരു 60 വയസ്സായ ഒരാളുണ്ട്, ജോ കെല്ലർ എന്നാണ് ഇയാളുടെ പേര് കേട്ടോ. പിന്നെ കെയ്റ്റ് കെല്ലർ ഉണ്ട്, അത് ഇയാളുടെ വൈഫാണ് കേട്ടോ. ജോ കെല്ലർ എപ്പോഴും ഇല്ലായിട്ടിരിക്കുന്നു പറയില്ല, അത് ഇയാളുടെ വൈഫാണ്. നല്ല ഉറക്കം വേണ്ടിട്ടോ, അത് രാവിലെ നേരത്തെ എണിച്ചുകൊണ്ടാണ്. ക്രിസ് 32 ഇയർ ആയിട്ടുള്ള ഒരാളാണ്. ഇയാള് ജോ കെല്ലറിന്റെ സണ്ണാണ് കേട്ടോ. പിന്നെ ആൻ ഡീവർ, അയാൾക്ക് 26 വയസ്സാണ്. എൻഗേജ് ടു ലാരി കെല്ലർ, അതൊരു പെണ്ണാണ് കേട്ടോ. ബ്രദർ ഓഫ് ക്രിസ്, പെണ്ണല്ല ആണാണ്. ബ്രദർ ഓഫ് ക്രിസ് കെല്ലർ. പിന്നെ ജോർജ് ഡീവർ, ബ്രദർ ഓഫ് ആൻ ഡീവർ, സൺ ഓഫ് സ്റ്റീവ്, ഡോക്ടർ ജിം ബെയിലിസ്, സ്യൂ ബെയിലിസ്, വൈഫ് ഓഫ് ജിം ബെയിലിസ്. ബർട്ട്, ഒരു 8 വയസ്സായ ഒരു കുട്ടിയുണ്ട്. ഫ്രാങ്ക് ലൂബി 32 ഇയർ ഓൾഡ് ആണ്. ലിഡിയ ലൂബി, വൈഫ് ഓഫ് ഫ്രാങ്ക് ലൂബി. സ്റ്റീവ്, ഫാദർ ഓഫ് ആൻ ഡീവർ ആൻഡ് ജോർജ് ഡീവർ, പാർട്ട്ണർ ഓഫ് ജോ കെല്ലർ. നമ്മുടെ ആടുകളൊക്കെ അവിടെ മെയ്യാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ അമ്പലം. സോ ഇവിടെ എപ്പോഴും റേഞ്ചിൻ്റെ ഇഷ്യൂ ആണ്. ആ സൈഡ് എത്തുമ്പോൾ റേഞ്ചിൻ്റെ ഇഷ്യൂ വരും. വാക്കിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് സ്പെക്സ് വെച്ചിട്ടോ, കുറേ ദിവസമായി സ്പെക്സ് വെച്ചിട്ട് കണ്ണ് നല്ല പണി കിട്ടുന്നുണ്ട് കേട്ടോ. ബുക്ക് റീഡ് ചെയ്യുമ്പോൾ അക്ഷരങ്ങളെല്ലാം മങ്ങുന്നുണ്ട്. ഏജും കൂടിയില്ലേ, അതുകൊണ്ടാട്ടോ. 30 വയസ്സൊക്കെ കണ്ടിന്യൂസ് സ്പെക്സ് വെക്കാനായിട്ട് എന്നോട് ഡോക്ടർ പറഞ്ഞതായിരുന്നു. പക്ഷെ അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് പുറത്തേക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ സ്പെക്സ് വെക്കാറുള്ളൂ. അതാണ് വേറൊരു പ്രശ്നം. ഇനി കണ്ടിന്യൂസ് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് സൈറ്റാണ്. പക്ഷെ ഷോർട്ട് സൈറ്റ് ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് വെക്കാനാണ് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. സോ അത് ഇനിയിപ്പോൾ എന്തായാലും വീടെത്തട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് കാണിക്കാം. വീടെത്തുന്നതിന് മുമ്പ് കുറച്ചും കൂടി വ്യൂസ് ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം കേട്ടോ. ഞാൻ കുഞ്ഞുവാവ എണിച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് കുഞ്ഞുവാവ. ഗുഡ് മോർണിംഗ്. ഓ പോവാ, ചെരുപ്പിടടാ, ചെരുപ്പിട്.